ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ ടാറ്റ സിയാറയിലെ സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള പ്യുവർ വേരിയന്റ് ആണിത്. സെക്കൻഡ് ബേസ് മോഡൽ എന്ന് പറയാം. ഓട്ടോമാറ്റിക്കിലെ ബേസ് വേരിയന്റും ഈ പ്യുവർ വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ടാറ്റ സിയാറയുടെ സെക്കൻഡ് ബേസ് വേരിയന്റ് ആയിട്ടുള്ള പ്യുവർ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ പ്യുവർ വേരിയന്റ് ആണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് എടുക്കുന്നവരുടെ ബേസ് വേരിയന്റ് എന്ന് വേണമെങ്കിൽ ഈ പ്യുവർ വേരിയന്റിനെ വിളിക്കാം. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അപാര റോഡ് പ്രസൻസ് ആണ് പുതിയ സിയാറയ്ക്ക്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കളറാണ്. പ്യുവർ ഗ്രേ എന്നാണ് ടാറ്റ കളർ എന്ന് പറയുന്നത്. ഈ കളർ ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ഒരു റോഡ് പ്രസൻസും തരുന്നുണ്ട്, എന്നാൽ ഒരു പ്രീമിയം ലുക്കിംഗ് ആയിട്ട് ഇത് മാറുന്നുണ്ട്. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന കണക്റ്റഡ് DRL അത് ഈ വാഹനത്തിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. അത് ബേസ് വേരിയന്റിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ലൈനിൽ പോകുന്ന ആ ഒരു DRL കാണാനായിട്ട് പറ്റും. അതിന്റെ താഴെ സിയാറ എന്ന് പറഞ്ഞ ലെറ്ററിങ് കൊടുത്തിരിക്കുന്നു. അതിന്റെ താഴെയാണ് നമ്മുടെ ലോഗോ വരുന്നത്. ഈ ഒരു പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഫുൾ LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത്. സെഗ്മെന്റിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഹെഡ്ലൈറ്റ് എന്ന് പറയാം. താഴേക്ക് വന്നാൽ ഫോഗ് ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ഫ്യൂച്ചറിൽ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ബമ്പറിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെ നമുക്ക് സിൽവർ ഫിനിഷിൽ സ്കിപ്പ് പ്ലേറ്റും വരുന്നുണ്ട്. ഈ വാഹനത്തിന് 205 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലോഗോന്റെ താഴെ നമുക്ക് ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്ന 360 ക്യാമറയുടെ ഒരു എംപ്റ്റി സ്പേസ് കാണാനായിട്ട് പറ്റും. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പറുകളാണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് നമുക്ക് സൺറൂഫ് വരുന്നില്ല, റൂഫ് റെയിൽസ് വരുന്നില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ആണ്. എനിക്ക് തോന്നുന്നു റൂഫ് റെയിൽസ് ഒക്കെ ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നൊക്കെ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഫ്യൂച്ചറിൽ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പ്യുവർ വേരിയന്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നത് ഈ വീൽസ് കാണുമ്പോഴാണ്. കാര്യം പ്യുവർ പ്ലസ് വേരിയന്റിൽ വരുന്ന അലോയ്സിന്റെ സിമിലർ ലുക്കുള്ള വീൽ കപ്പ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ സിൽവർ പെയിന്റഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. അകത്തെ വീൽസ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് സ്റ്റീൽ വീൽസ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 215 65R17 ആണ് ടയർ സൈസ് വരുന്നത്. വശങ്ങളിലെല്ലാം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ ആ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് ഈ വാഹനത്തിന് ശരിക്കും ഒരു SUV ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വേരിയന്റിൽ 360 ക്യാമറ ഒന്നും തന്നെ വരുന്നില്ല. നമ്മുടെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ലൈറ്റ് ഇൻഡിക്കേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് സെൻസർ കാണാനായിട്ട് പറ്റും. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫോളോ മീ ഹെഡ്ലാമ്പിന്റെ ഓപ്ഷനോട് കൂടിയ കർവിലൊക്കെ കണ്ട സെയിം കീ തന്നെയാണ് ഈ വാഹനത്തിന്റെ ഈ വേരിയന്റിലും കൊടുത്തിരിക്കുന്നത്. ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ്. റൂഫ് റെയിൽസ് വരുന്നില്ല. ഈ ഒരു പോർഷൻ നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ബാക്ക് ഡോറുകൾ കാണാം. ഈ ഒരു പോർഷൻ ഒരു ഗ്ലാസ് ഫിനിഷ് എന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന രീതിയിൽ ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സിയാറയുടെ ഹൈലൈറ്റ് തന്നെ ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു കളർ ടോൺ തന്നെയാണ്. പഴയ സിയാറയിൽ ഒരു ഗ്ലാസ് റൂഫ് ആയിരുന്നെങ്കിൽ ഇത് ഗ്ലാസ് റൂഫ് പോലെ തോന്നിക്കുന്ന രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സിയാറ വേരിയന്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. ഈ വേരിയന്റിൽ ഇപ്പോൾ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പം ഇതിനകത്ത് ബാക്കിൽ നമുക്ക് ഡീഫോഗർ കൊടുത്തിട്ടില്ല, വൈപ്പറും വരുന്നില്ല. പക്ഷേ മറ്റു വേരിയന്റുകൾ വൈപ്പർ വന്നാലും അത് ഈ സ്പോയിലറിന് അകത്ത് കയറിയിരിക്കുന്ന രീതിയിലായതുകൊണ്ട് വൈപ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് നോട്ടത്തിൽ മനസ്സിലാവുകയൊന്നുമില്ല. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ചെറിയൊരു സ്പോയിലർ പോലുള്ള രീതിയിലാണ് ആ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അണ്ടർ പോർഷൻ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലും ടോപ്പ് പോർഷൻ നമുക്ക് ആ ഒരു ഗ്രേ കളറിലും കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വൈപ്പർ വാഷർ ഡിഫോഗർ ഒന്നും തന്നെ വരുന്നില്ല. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആണ്. നമുക്കിവിടെ ടാറ്റയുടെ വലിയ ലോഗോ കാണാം. CR എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. വാഹനം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഈ വേരിയന്റ് കൊടുത്തിട്ടുള്ളൂ. ഒരു റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല HD ക്ലാരിറ്റിയിൽ തന്നെയാണ് ആ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിപ്പ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. ആ ബമ്പറിന്റെ ടോപ്പ് പോർഷൻസും ആ ബൂട്ടിന്റെ പോർഷൻസും എല്ലാം നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിന് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനത്തിന് വേണ്ട ഒരു ബാക്ക് പ്രൊഫൈൽ തന്നെയാണ്. അതിനകത്താണ് ആ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നത്. 2 പാർക്കിംഗ് സെൻസറേ ഉള്ളൂ. ഒരു 2 കൂടി ആയിരുന്നുവെങ്കിൽ, കോർണറിലും കൂടി വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി സേഫർ ആയതിനെ കാര്യം ഇത്രയും വലിപ്പമുള്ള ഒരു വാഹനമാണല്ലോ.
അപ്പോൾ ഇതാണ് ബാക്ക് പ്രൊഫൈൽ എന്നുള്ള ലുക്ക്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സെഗ്മെന്റിലെ ബിഗസ്റ്റ് ബൂട്ടുകൾ വരുന്നത് നമ്മുടെ CRL തന്നെയാണ്. 622 ലിറ്ററാണ് ഈ ബൂട്ടിന്റെ കപ്പാസിറ്റി. പാഴ്സലത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. ബാക്കിൽ ഇതിൽ സബ് വൂഫർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് പോർട്ടാണ് അഡീഷണലി കൊടുത്തിരിക്കുന്നത്. പാഴ്സലത്തെ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഐഡന്റിഫിക്കേഷനുള്ള ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അത് കോമൺലി എല്ലാ വേരിയന്റിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിന്റെ സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ടാണ്. അത് ഈ പ്യുവർ വേരിയന്റ് തൊട്ടേ സ്പെയർ വീല് വരുന്നുള്ളൂ. ബേസ് വേരിയന്റിൽ സ്പെയർ വീല് ടാറ്റ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ശരിക്കും EVക്കും ഹൈബ്രിഡിനൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടാറ്റ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് നോക്കാം. ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞോണം ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ആണ്. വാഹനം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിറേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് മീൻസ് ലോക്ക് ആൻഡ് അൺലോക്ക് ആവുന്നത് കാണാം. ഫ്ലിപ്പ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ കളറിന് മാച്ച് ആയിട്ട് തന്നെയാണ് ഇന്റീരിയർ കളർ ടോണും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു ഗ്രേ ഫിനിഷ് കാണാനായിട്ട് ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അത് ഫുൾ സോഫ്റ്റ് ടച്ച് ഡോറുകളാണ് വരുന്നത്. ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. മുകളിലെ പോർഷൻ നമുക്കൊരു ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടെ ഡോർ ഹാൻഡിൽസ് ഒരു ബ്ലാക്ക് ഫിനിഷിൽ, അതും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഗ്ലാസുകളൊന്നും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താഴെ സ്പീക്കർ ഗ്രില്ല് കാണാം. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. അംബ്രല ഹോൾഡർ ഇതിനകത്തും ആസ് യൂഷ്വൽ ടാറ്റ കൊടുത്തിട്ടുണ്ട്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിരിക്കുന്നത്. അത് ഡ്യുവൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റ് ആണ്, എന്നാലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ അവിടെ കാണാനായിട്ട് പറ്റും. ഈ 2 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഡ്രൈവ് മോഡിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ബൂട്ടകത്തുനിന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു ഓപ്ഷനും കാണാം. AC വെൻസിനകത്തെല്ലാം ഒരു സിൽവർ ടച്ച് വരുന്നുണ്ട്. ഇനി അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. പ്യുവർ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എക്സ്റ്റീരിയറുള്ള സെയിം കളർ ടോൺ തന്നെ ഇന്റീരിയറിലും കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്കൊരു ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ വാഹനത്തിന് ഇന്റീരിയർ കയറി കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ടോപ്പ് പോർഷൻസ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ആ AC വെൻസ് കൊടുത്തിരിക്കുന്നത്. ഈ OS-ത്തേക്കുള്ളത് അത് കോർണറിൽ മാത്രമാണ് AC വെൻസ് വരുന്നത്. പക്ഷേ ഈ ഒരു പോർഷൻ ആ ഡിസൈൻ ഫുൾ ആ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ലൈൻ കണ്ടിന്യൂ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. നമ്മൾ ഇതിനു മുമ്പ് ടോപ്പ് എൻഡ് വേരിയന്റിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന ട്രിപ്പിൾ സ്ക്രീനാണ്, അല്ലെങ്കിൽ ഇതിന് കുറച്ചുകൂടി വലിപ്പമുള്ള സ്ക്രീനാണ്. ഇതാണ് ശരിക്കും പ്യൂർ വേരിയന്റിൽ കൊടുക്കുന്ന 10.25 ഇഞ്ചിന്റെ സ്ക്രീൻ. ഈ സ്ക്രീൻ വന്നപ്പോഴാണ് എങ്കിലും ബോണറ്റിന് അത്യാവശ്യം വലിപ്പമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സ്ക്രീൻ ചെറുതായിട്ട് തോന്നുന്നു. പക്ഷേ ഈ ഒരു സ്ക്രീനാണ് നമ്മൾ ആദ്യമേ കാണുന്നത് എങ്കിൽ ഇത് ഓക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തേനെ. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റയുടെ മറ്റു വാഹനങ്ങളെല്ലാം കണ്ടുവന്നിരുന്ന 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. താഴെ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇത് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഈ വേരിയന്റിൽ ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്റർ, RPM മീറ്ററും ഫുൾ ഡിജിറ്റലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഇൻഫർമേഷനും ഫുള്ളി റീഡബിൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവ് മോഡുകളുണ്ട്, സിറ്റി ആൻഡ് സ്പോർട്ട്. 2 ഡ്രൈവ് മോഡുകൾ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ആവുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, നമ്മളുടെ TPMS, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. ടാറ്റയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം സ്ക്രീൻ തന്നെയാണ്. ഇതിന്റെ ഈ ഒരു ഡാഷ് ബോർഡ് അത്യാവശ്യം വലിപ്പമുള്ള ഡാഷ് ബോർഡാണ്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അത്രയും വലിപ്പമുള്ള ഡാഷ് ബോർഡിൽ ഈ ചെറിയൊരു സ്ക്രീൻ വന്നതുകൊണ്ടാണ് ഇത് വളരെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മറ്റ് മാനുഫാക്ചേഴ്സിന്റെ മറ്റ് വാഹനങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഗുഡ് ഇനഫ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. പിന്നെ നമുക്ക് പാർക്ക് അസിസ്റ്റ് എന്നും പറഞ്ഞ് റിവേഴ്സ് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്ക്രീനിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ 4 സ്പീക്കറും 2 ടൂട്ട് റോഡും കൂടിയ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. നല്ല ക്ലാരിറ്റിയാണ് പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട്. ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ തന്നെ 4 സ്പീക്കറും 4 ടൂട്ടറും ടാറ്റ കൊടുത്തിട്ടുണ്ട്.
അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു ഫാബ്രിക് ഫിനിഷ് കാണാനായിട്ട് പറ്റും. മറ്റു ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സൗണ്ട് ബാർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം ഇവിടെ ഒരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്നാൽ മാനുവൽ AC കൺട്രോൾസ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. ഓട്ടോ AC പ്യുവർ പ്ലസ് വേരിയന്റ് തൊട്ടിട്ടാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഇവിടെ നമുക്ക് 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്, ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നു. വയർലെസ് ചാർജിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. അവിടെ കപ്പ് ഹോൾഡേഴ്സ് ആണ്. ഇത് ഡീസൽ മാനുവൽ വേരിയന്റ് ആണ്. അതിന്റെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ലിവർ കാണാം. അതിന്റെ ടോപ്പിലെല്ലാം ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഈ ഒരു വേരിയന്റിൽ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സെന്റർ ആംറസ്റ്റ് കാണാനായിട്ട് അതിന്റെ ഡിസൈൻ കാര്യങ്ങളാണെങ്കിൽ നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൺവൈസേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് മിററാണ്. അവിടെ സൺവൈസേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസെന്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇതാണ് ഈ വേരിയന്റിന്റെ ഒരു ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ്. പ്യുവർ വേരിയന്റ് ഇതൊരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അല്ല ആണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു വേരിയന്റിൽ തന്നെ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലഷ് ടു ഓപ്പൺ ആണ്. ഡോർ ഹാൻഡിൽസ് അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഡോറുകളാണ് വരുന്നത്. ബാക്കിലെ ഡോർ പാഡിലും ഇവിടെ എല്ലാം നമുക്ക് ഫുൾ സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. സൺ ബ്ലൈൻഡ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ട്യൂട്ടേഴ്സ് കാണാം. ഇവിടെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ട്യൂട്ടർ ആൻഡ് സ്പീക്കർ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡോറിൽ നമുക്കൊരു റിഫ്ലക്ടർ കാണാനായിട്ട് പറ്റും. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്കിവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മാസീവ് ആയിട്ടുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. ബാക്കിൽ ചെറിയൊരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലെ ഏകദേശം ഒരു 15-18 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. സെഗ്മെന്റിലെ വൈഡസ്റ്റ് ബാക്ക് സീറ്റ് എന്ന് പറയാം. 3 പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ആകെ ഒരു മിസ്സിംഗ് നമ്മൾ ആദ്യം പറഞ്ഞ ഇവിടെയുള്ളൊരു ഹെഡ് റെസ്റ്റ് മാത്രമാണ്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ കൊടുത്തിട്ടില്ല. ആ ഷോറൂമിൽ നിന്നൊക്കെ സിമ്പിൾ ആയിട്ട് ആക്സസറി ആയിട്ട് ചെയ്യാം. നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 വശത്തും കോമൺലി കാണാനായിട്ട് പറ്റും. അപ്പോൾ ബാക്ക് സീറ്റിലൊരു കംഫർട്ട് നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റാണ്. നല്ല അടിപൊളി അണ്ടർ തൈ സപ്പോർട്ടുള്ള നല്ല കുഷനിങ് ആയിട്ടുള്ള സീറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. CRIയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ടാറ്റയുടെ സേഫ്റ്റി ഫീച്ചർ ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ സ്റ്റിൽ ഇത് ഗ്ലോബൽ NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസൈൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, പിന്നെ 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, TPMS, അങ്ങനെ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടാറ്റ നമ്മളുടെ CRIയുടെ പ്യുവർ വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേരിയന്റ് നമുക്ക് 2 എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 106 HP 145 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ DCI ഗിയർ ബോക്സ് ആയിട്ടാണ് അത് പെയർ ചെയ്തിരിക്കുന്നത്. മൈലേജ് ഒന്നും കമ്പനി പുറത്ത് വിട്ടിട്ടില്ല. പെട്രോൾ ആണ്, ഇത്രയും വലിപ്പമുള്ള വാഹനമാണ്. ആവറേജ് ഒരു 13-14 ഒക്കെ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ 1.5 ലിറ്റർ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ്. 118 HP ആണ് പവർ. വിത്ത് 260 Nm ടോർക്ക് മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 280 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. അതിന് കമ്പനി 20+ ഒക്കെ മൈലേജ് ക്ലെയിം ചെയ്യായിരിക്കും. റിയൽ ലൈഫിൽ എങ്ങനെയായാലും ഒരു 16-നും 18-നും അല്ലെങ്കിൽ 16-നും 20-നും ഇടയ്ക്കൊക്കെ നമുക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മളുടെ 1.5 തന്നെയുള്ള ടർബോ പെട്രോൾ ആണ്. അത് പക്ഷേ ടോപ്പ് എൻഡിൽ മാത്രമേ ഉൾപ്പെടുത്തി. ടോപ്പ് എൻഡ് 3 വേരിയന്റുകളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൽ ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ. 160 HP പവറും 255 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ. അപ്പോൾ ഈ 3 എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻസ് ആണ് ടോട്ടലി വരുന്നത്. പക്ഷേ പ്യുവറിൽ നമുക്ക് നോർമൽ പെട്രോളും നോർമൽ ഡീസലും മാത്രമാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാം. സ്മാർട്ട് പ്ലസ് എന്നാണ് ബേസ് വേരിയന്റ് പറയുന്നത്. ആ സ്മാർട്ട് പ്ലസ് പെട്രോൾ മാനുവൽ വേരിയന്റ്, അതായത് സ്മാർട്ട് പ്ലസ് വേരിയന്റിൽ ആസ് യൂഷ്വൽ മാനുവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 13,87,000 രൂപയാണ് ബേസ് വേരിയന്റിന്റെ പെട്രോളിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ബേസ് ഡീസൽ വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ 15,66,000 രൂപ.
നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്യുവർ വേരിയന്റ് പെട്രോൾ മാനുവലിന് 15,60,50,000 രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക് DCA ഓട്ടോമാറ്റിക് ആണ് 17,44,000 രൂപ. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു പ്യുവർ വേരിയന്റിൽ തന്നെയാണ്. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ 17,45,000 രൂപ, പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 19,55. അതായത് CRAയുടെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങൾ മിനിമം സ്പെൻഡ് ചെയ്യേണ്ട പേയ്മെന്റ് ആണ് 19,55,000 രൂപ, അതായത് 20 ലക്ഷം രൂപയിൽ താഴെ. പ്യുവർ പ്ലസ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് CRAയിലെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ്. കാര്യം ഈ പ്യുവർ വേരിയന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഏകദേശം 1,50,50,000 രൂപ നമ്മൾ കൂടുതൽ പേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വെർത്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആ വേരിയന്റിൽ ടാറ്റ കൊടുത്തിട്ടുണ്ട്. പ്യുവർ പ്ലസ് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്യുവറിൽ ഇത്രയും ഫീച്ചേഴ്സിന്റെ കൂടെ അഡീഷണലി നിങ്ങൾക്ക് ഒരു പനോറമിക് സൺറൂഫ് ലഭിക്കും. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പർ കാര്യമുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിംഗ് AC വരുന്നുണ്ട്. അതൊരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ 17 ഇഞ്ച് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വാഷർ, വൈപ്പർ, ഡിഫോഗർ വരുന്നുണ്ട്. അപ്പോൾ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് എക്സ്റ്റീരിയറിൽ നിന്ന് തരുന്ന ഒരു വാഹനം ശരിക്കും നമ്മളുടെ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു 1.83 lakhs എന്ന അഡീഷണൽ പേയ്മെന്റ് ഒരു വർത്ത് തന്നെയാണ്. അപ്പോൾ പ്യുവർ പ്ലസ് ആണ് ശരിക്കും ഇതിലെ വാല്യൂ ഫോർ മണി വേരിയന്റ്. ആ പ്യുവർ പ്ലസ് വേരിയന്റിന്റെ പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്രോൾ മാനുവൽ 17,44,000 രൂപ, പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 19,54,000 രൂപ, ഡീസൽ മാനുവൽ 19,55,000, ഡീസൽ ഓട്ടോമാറ്റിക് 21,37,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പൊ ഇതാണ് CRAയുടെ പ്യുവർ വേരിയന്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് എന്ന് പറയാം. പിന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിംഗ് വേരിയന്റിൽ വേണ്ടവർക്ക് ഈ ഒരു വേരിയന്റ് ആണ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിന്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനുള്ള എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പ്യുവർ വേരിയന്റ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് റിയൽ ലൈഫിൽ കാണണമെങ്കിൽ പെരുമ്പാവൂരുള്ള ഷോറൂമിലേക്ക് വന്നാൽ മതി, അവിടെ വാഹനം ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.